ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈഫു. എന്താണ് ഈ ഹൈഫു? ഹൈഫു എന്ന് വെച്ചാൽ ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. ഹലോ, ഞാൻ ഡോക്ടർ സൗമ്യ അലിസ് മാത്യു, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് അറ്റ് ക്യൂട്ടിസ് ഇന്റർനാഷണൽ, കാക്കനാട്. നമുക്കെല്ലാവർക്കും പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ കുറയാറുണ്ട്. അത് കാരണമാണ് നമുക്ക് പ്രായം വെക്കും തോറും നമുക്ക് ഈ ഒരു സാഗിങ്ങും സ്കിൻ ലാക്സിറ്റിയും ഒക്കെ വരാൻ കാരണം. ഹൈഫു ഉപയോഗിച്ച് നമുക്ക് ആക്ച്വലി നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ആൻഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ബേസിക്കലി നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സ്, ഈ കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ ഉള്ള ലെയേഴ്സിനെ അത് ഹീറ്റ് ചെയ്യും. അത് കാരണം കൂടുതൽ കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ ഫോർമേഷൻ ഉണ്ടായിട്ട് നമ്മുടെ സ്കിന്നിന്റെ ലാക്സിറ്റി കുറയും. അപ്പൊ നമ്മുടെ സ്കിൻ ടൈറ്റനും ആകും, ലിഫ്റ്റും ആകും. ആർക്കാണ് ഹൈഫു സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? യൂഷ്വലി നമ്മളൊരു ഏർലി 30s-ഉം 50s-ന്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു സാഗിങ് ആൻഡ് ലാക്സിസിറ്റി വരുന്നത്. ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെയാണ് ഐഡിയൽ ആൾക്കാർ ഹൈഫു ചെയ്യാനായിട്ട്. ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫേസ്, നമ്മുടെ ചിൻ ഏരിയ, നെക്ക്, ബേസിക്കലി സാഗിങ് വരുന്ന ഏരിയാസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ ദ ബോഡി ടൈറ്റനിങ് ആൻഡ് ലിഫ്റ്റിംഗ് ഏരിയാസിനും കൂടെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത് പെയിൻഫുൾ ആണോ? യൂഷ്വലി പെയിൻ ആയിട്ട് അങ്ങനെ വരാറില്ല, ബട്ട് ചെറുതായിട്ടൊരു ടിംഗ്ലിംഗ് ആൻഡ് നംനെസ് ഫീൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഫേസിൽ ബോണി ഏരിയാസ് ഉണ്ടല്ലോ, നമ്മുടെ ചീക്ക് ബോൺസ്, നമ്മുടെ ജോ ലൈൻ, ആ ഏരിയാസിലൊക്കെ കുറച്ചൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാകാം. അതൊരു ഫ്യൂ ഡേയ്സിന് ലാസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പെയിനും അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്കൊരു ചെറിയ റെഡ്നെസ്സും വരാൻ സാധ്യതയുണ്ട്. അത് യൂഷ്വലി ഫ്യൂ ഡേയ്സിനകം തന്നെ പോകും. യൂഷ്വലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 to 10 വീക്സിന്റെ ഇടയ്ക്കാണ് നമുക്ക് റിസൾട്ട്സ് കാണാൻ തുടങ്ങുന്നത്. ബിക്കോസ് അത്രയും സമയം എടുക്കും ഇതിന്റെ ഒരു സ്റ്റിമുലേഷനിൽ നമ്മുടെ കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ പ്രൊഡ്യൂസ് ആകാൻ. അപ്പൊ നമ്മുടെ റിപ്പീറ്റ് സെഷനും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ നമുക്കൊരു 6 months to 1 year ഗ്യാപ്പിൽ സെഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ടു മെയിൻറ്റെയിൻ ദ റിസൾട്ട്. ആർക്കൊക്കെ ഇത് സ്യൂട്ടബിൾ അല്ല, ഇപ്പോൾ എക്സസീവ് ആയിട്ട് ലൂസ് സ്കിൻ ഉണ്ട്, എക്സസീവ് ലാക്സിസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി സർജിക്കൽ ഓപ്ഷൻസ് തന്നെ ആയിരിക്കും ബെറ്റർ ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടാൻ. വേറെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഇതിന്റെ കൂട്ടത്തിൽ കമ്പൈൻ ചെയ്യാം, അത് ഓരോരോ ആൾക്കാരുടെ കൺസേൺ അനുസരിച്ചാണ്. ഇപ്പോൾ അവർക്ക് ഫൈൻ റിങ്കിൾസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് ബോട്ടോക്സും കൂടെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഒരു കംപ്ലീറ്റ് ഹോളിസ്റ്റിക് അപ്രോച്ചിന് അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വോളിയം ലോസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഫില്ലേഴ്സും കൂടെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പിഗ്മെന്ററി കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനായ ട്രീറ്റ്മെന്റ്സും കൂടെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ കൺസേൺ അനുസരിച്ച് നമുക്ക് കോമ്പിനേഷൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഹൈഫുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു അസ്. താങ്ക് യു.